വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഗോപാംഗനേ ഗോപാംഗനേ ആത്മാവിലേ ആത്മാവിലേ സ്വരമുരളിയിലൊഴുകും സ്വരമുരളിയിലൊഴുകും നിസ നിസ സഗമപനി സഗ സഗമപനി സഗ മഗ സനി സ പനി മപ ഗമ പനി സനി പമ ഗമ പമ ഗ പമ ഗ സനി സ പനി സമഗ. ആയുർവേദ സെമിനാറിനു ശേഷം വേദിയിൽ സുഹൃത്ത് സംഗമം അരങ്ങേറും. ശേഷം വേദിയിൽ സാംസ്കാരിക സായാഹ്നവും കലാസന്ധ്യയും ആസ്വദിക്കാം. കലാസന്ധ്യ ഉദ്ഘാടനം ചെയ്യുന്നത് കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ അവറുകളാണ്. തുടർന്ന് എടയാർ ബ്രദേഴ്സ് കെ ഇ ശങ്കരൻ നമ്പൂതിരി, മനോജ് കെ ഇ നമ്പൂതിരി എന്നിവർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി ഈ ചടങ്ങിന് മാറ്റുകൂട്ടുന്നു. സുഹൃത്ത് സംഗമത്തിലേക്കും സാംസ്കാരിക സായാഹ്നം കലാസന്ധ്യയിലേക്കും മുഴുവൻ കലാ ആസ്വാദകരെയും ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആത്മാവിലെ സ്വരമുരളിയിലൊഴുകും താരങ്കയിൽ പാലോലുമെ പരമംഗള കലികേ. നീലാംബരിയിൽ താനാടും വൃന്ദാവനികൾ പൂക്കുമ്പോൾ നീലാംബരിയിൽ താനാടും വൃന്ദാവനികൾ പൂക്കുമ്പോൾ ഇന്നെൻ തോഴി ഹൃദയം കവിയും ഗാനം വീണ്ടും പാടാം ഞാൻ. കാളിന്തി അറിയുന്ന ശൃംഗാര വേഗങ്ങളിൽ ഗോപാംഗനെ ആത്മാവിലെ സ്വരമുരളിയിലൊഴുകും താരങ്കയിൽ പാലോലുമെൻവര മംഗള കലികേ. പ്രിയമുള്ളവരെ, ഈ വേദിയിൽ ഇപ്പോൾ ആയുർവേദ സെമിനാറാണ്. ആയുർവേദത്തിന്റെ ജനകീയതയും ശാസ്ത്രീയതയും എന്ന വിഷയത്തിൽ സെമിനാർ ആരംഭിക്കുകയാണ്. സ്വാഗത പ്രഭാഷണത്തിനായി ശ്രീ ഇ മുകുന്ദൻ അവർകളെ സാദരം ക്ഷണിക്കുന്നു. മാധവമാസം പ്രിയമുള്ളവരെ, വൈദ്യസേവയിൽ 6 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ ആയുർവേദാചാര്യൻ ഇടൂടി വൈദ്യർ ഡോക്ടർ ഐ ഭവദാസ നമ്പൂതിരിയുടെ
വൈദ്യപൂർണിമ ശതാഭിഷേക ആഘോഷങ്ങളുടെ ഭാഗമായി ആയുർവേദത്തിൻ്റെ ജനകീയവും ശാസ്ത്രീയവും എന്ന വിഷയത്തിൽ ആയുർവേദ സെമിനാറാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ പരിപാടി അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ സംഘാടക സമിതി വൈസ് ചെയർമാൻ ശ്രീ KC ഹരീഷ് മാസ്റ്റർ അവர்களാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഡോക്ടർ S. ഗോപകുമാർ അവர்களാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് പാനലിസ്റ്റുകളായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് കോട്ടക്കൽ ആയുർവേദശാല ട്രസ്റ്റി ആൻഡ് അഡീഷണൽ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ K. മുരളീധരൻ അവர்களാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. മറ്റേ ഒന്ന് പ്രിൻസിപ്പൽ അഷ്ടാംഗ ആയുർവേദ കോളേജിൻ്റെ അഷ്ടവൈദ്യൻ ഡോക്ടർ ആലത്തിയൂർ നാരായണൻ തമ്പി അവர்களാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിലേക്ക് ഉദ്ഘാടനം ചെയ്യാൻ നേരത്തെ സതിമേറ്റുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട MLA MP ഗോവിന്ദമാസ്റ്റർ അവர்களായിരുന്നു. പെട്ടെന്ന് നമ്മുടെ സാനു മാസ്റ്റർ ചർമ്മവുമായി ബന്ധപ്പെട്ട് എറണാകുളത്തേക്ക് പോയതുകൊണ്ട് ഗോവിന്ദമാസ്റ്റർ ഇവിടെ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചിരിക്കുന്നത്. ഗോവിന്ദമാസ്റ്റർ അസാന്നിധ്യത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ MBR ആയുർവേദ കോളേജിൻ്റെ ഡയറക്ടർ പ്രൊഫസർ E. കുഞ്ഞിരാമൻ അവർ രാവിലെ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ അത്യാവശ്യമായ ഒരു കാര്യത്തിന് പോയതുകൊണ്ട് ഇവിടെ ഇപ്പം സാന്നിധ്യം ഇവിടെ ഇല്ല. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട ഹരീഷ് മാഷോട് അഭ്യർത്ഥിക്കുന്നു. 1000 സ്നേഹവും. അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിനായി സംഘാടക സമിതിയുടെ വൈസ് ചെയർമാൻ ശ്രീ KC ഹരികൃഷ്ണ മാസ്റ്ററെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏറെ ബഹുമാനപ്പെട്ട നമ്മുടെ ഈ സമൂഹം പേര് ചൊല്ലി വിളിച്ച വൈദ്യശ്രീ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ വൈദ്യരാജശ്രീ എന്ന പട്ടം ചാർത്തിക്കൊണ്ട് ഇവിടെ ശതാഭിഷേകം ആചരിക്കുന്ന ഏറെ പ്രിയങ്കരനായ ജനകീയ വൈദ്യർ അഥവാ ഡോക്ടർ ഐ. ഭവദാസൻ നമ്പൂതിരി അവർ നമ്മളിന്ന് മുഖ്യ പ്രഭാഷണം നടത്തിക്കൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യുന്ന ഡോക്ടർ S. ഗോപകുമാർ, കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർ, സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഡോക്ടർ K. മുരളീധരൻ, ആലിയത്തൂർ നാരായണൻ നമ്പി ഉൾപ്പെടെയുള്ള വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, നമ്മുടെ മയിലുകാരുടെ അഹങ്കാരമാണ് നമ്മുടെ ഇടൂഴി ആയുർവേദ ഔഷധശാല എന്നറിയപ്പെടുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഭവദാസൻ നമ്പൂതിരിയും ഇടൂഴി ഇല്ലവും അതുമായി ബന്ധപ്പെട്ടതെല്ലാം മയിലുകാരുടെ ഒരു അഹങ്കാരമാണ്. നിരവധി ആളുകൾ നമ്മളോട് ചോദിക്കുന്നത് എവിടെയാണ് നമ്മുടെ ഈ ഇടൂഴി വൈദ്യരുള്ളത് എന്ന് പല സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയാൽ പലപ്പോഴും അന്വേഷിക്കാറുണ്ട്. അപ്പോഴെല്ലാം നമ്മൾ വളരെ അഹങ്കാരത്തോടു കൂടി പറയുന്ന ഒരു കാര്യം, അത് നമ്മുടെ നാട്ടിലാണ്, മയിലാണ്, നമുക്ക് നല്ല പരിചയമുള്ളതാണ്, നമ്മുടെ എല്ലാമാണ്. നേരത്തെ ആദരിക്കുന്ന ചടങ്ങിന് സമയത്ത് സ്വാഗത ഭാഷണത്തിൽ വളരെ കൃത്യമായി തന്നെ നമ്മുടെ വൈദ്യരെ അടയാളപ്പെടുത്തുകയുണ്ടായി. ഒരുപക്ഷെ നമ്മുടെ മയിലുകാർക്ക് എന്നും ഓർമ്മിക്കാനും ഇന്ന് കാണുന്ന ഈ മയിലിൻ്റെ വളർച്ചയിൽ നിർണായകമായ സ്വാധീനം ചെലുത്താനും സാധ്യമായ ഒരു വ്യക്തിത്വവും അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട കുടുംബവുമാണ് ഇടൂഴി ഇല്ലവും നമ്മുടെ പ്രിയങ്കരനായ വൈദ്യർ. ഒരുപക്ഷെ അന്ന് കാലത്ത് ഇത്രയെല്ലാം വിട്ടുവീഴ്ച ചെയ്യാൻ സാധ്യമാകുമോ എന്ന് ചിന്തിക്കുമ്പോഴങ്ങനെയാണ്. മയിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ പ്രദേശത്തിൻ്റെ ഒരു അഭിമാനമാണ്. അതിനാവശ്യമായ 8 ഏക്കർ സ്ഥലം ഇന്ന് ചിന്തിക്കാൻ പോലും സാധ്യമാവില്ല. അത് സൗജന്യമായാണ് അന്ന് വിട്ടു നൽകിയിരുന്നത്. അതോടൊപ്പം അവിടെ നിന്ന് മുതൽ ഇങ്ങേ തലവരെയുള്ള ആശുപത്രി ഉൾപ്പെടെ, വായനശാലക്ക് വേണ്ട സ്ഥലം ഉൾപ്പെടെ
എല്ലാം സൗജന്യമായിട്ടാണ് ആ കുടുംബം ഈ വികസനത്തിന് വേണ്ടി മയിലിന് വേണ്ടി നൽകിയിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു വൈദ്യരുടെ ഈ ശതാഭിഷേകത്തിൽ തന്നെ ഇത്തരമൊരു വിഷയം വെച്ചതിൽ വലിയ പ്രത്യേകതയുണ്ട്. അത് ആയുർവേദത്തിൻ്റെ ജനകീയത എന്നുള്ളതാണ്. ഇവിടത്തുകാർക്ക് ആയുർവേദത്തിൻ്റെ ജനകീയതയെക്കുറിച്ച് പ്രത്യേകിച്ച് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം നാം എല്ലാം ഈ ആയുർവേദത്തെ ജനകീയമായിട്ടാണ് കണ്ടിരുന്നത്. കാരണം ഏതവസരത്തിലും ഓടിച്ചെല്ലാവുന്ന, ഏതൊരാളോടും സംസാരിക്കാവുന്ന, ഏതൊരു രോഗത്തിനും ചികിത്സക്ക് പോകാവുന്ന ജനകീയമായൊരു ഇടമാണ് യഥാർത്ഥത്തിൽ ഈ ആയുർവേദ ഔഷധശാലയും നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടറും. അതുകൊണ്ട് ജനകീയമാണ് എന്ന് ആവർത്തിച്ച് പറയേണ്ടതില്ല. ഒരു വിശ്വാസമാണ്, നമ്മുടെ ഉറച്ച വിശ്വാസമാണ്. അവിടെ പോയാൽ ഞങ്ങളുടെ രോഗം മാറും. അവരുടെ വാക്ക് കേട്ടാൽ നമ്മുടെ രോഗം പകുതി മാറും. അവരുടെ സാന്ത്വനം കിട്ടിയാൽ നമുക്ക് നമ്മുടെ ശാന്തി ഉണ്ടാവും. ഇത് നമ്മുടെ ഒരു വിശ്വാസമാണ്. അതൊരു ജനകീയതയുടെ മുഖമാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പണ്ട് ഫ്യൂഡലിസത്തിൻ്റെ ഒരു കാലത്ത് പന്തിഭോജനം നടത്തുക എന്നുള്ളതൊരു ചെറിയ കാര്യമല്ല. നമുക്കെല്ലാം അന്ന് ജാതിയുടെ അതിർവരമ്പുകൾ ഉണ്ടായിരുന്നു. ആ ജാതിയുടെ അതിർവരമ്പുകൾ കൊടികുത്തി വാഴുന്ന കാലത്താണ് ഇവിടെ പന്തിഭോജനം നടത്തുന്നത്. എല്ലാ പാവപ്പെട്ടവനും പണക്കാരനും ജാതിയിൽ താഴ്ന്നവനും ഉയർന്നവനും ഒരുമിച്ച് ചെന്ന് തൻ്റെ സങ്കടം പറയാൻ, തൻ്റെ ചികിത്സ, നമ്മുടെ പ്രയാസം പറയാൻ അന്ന് ഒരേ ഒരു അത്താണിയായി നമ്മുടെ പ്രദേശത്തുണ്ടായിരുന്നുള്ളൂ. അതാണ് ഇടൂഴി ഇല്ലവും അതോടൊപ്പം തന്നെ നമ്മുടെ വൈദ്യരും അതിൻ്റെ കുടുംബവും ഒക്കെ ആകെ. ഇന്നും അത് നിർബാധം തുടർന്ന് പോവുകയാണ്. ഈ 3 ദിവസങ്ങളിലായി നടക്കുന്ന ഈ പരിപാടിയും ഈ ജനകീയതയുടെ ഒരു ഉദാഹരണമാണ്. ഇന്നിപ്പോൾ ഉച്ചഭക്ഷണം ഉൾപ്പെടെ എല്ലാ ദിവസവും അത് ഉണ്ടാവാറുണ്ട്. എല്ലാവരും നമ്മളിതിൻ്റെ പങ്കാളികളാവുകയാണ്. എനിക്ക് പോകണം എന്നാണ്, വീട്ടിലൊരു ഭക്ഷണം ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ഇവിടെ വന്ന് കഴിക്കണം എന്നൊരു തോന്നലാണ്, ഇവിടെ ഒന്ന് നോക്കണം എന്നുള്ള ചിന്തയാണ്, ഇത് നമ്മുടേതാണ് എന്നൊരു തോന്നൽ നമുക്കെല്ലായ്പ്പോഴും ഉണ്ടായിട്ടുണ്ട്. ആ ഔഷധശാലയുടെ മുമ്പിലോട്ട് പോകുമ്പോൾ തിരിഞ്ഞു നോക്കാത്ത ഒരാളും ഉണ്ടായിരുന്നില്ല. അത്രമാത്രം ജനകീയമായി നമ്മുടെ ഇടയിൽ, നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചതാണ് യഥാർത്ഥത്തിൽ ഈ ഭവദാസൻ നമ്പൂതിരി എന്ന നമ്മുടെ പ്രിയങ്കരനായ വൈദ്യർ ഡോക്ടർ, അതും അതിൻ്റെ കുടുംബവും ഇടൂഴിയും ഇല്ലവും എല്ലാം. അതുകൊണ്ട് ആവർത്തിച്ച് പറയാനുണ്ട്, നമ്മുടെ മയിലിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടും ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടും ഒക്കെ ഒരുപാട് പറയാനുണ്ട്. നമുക്കൊരു പക്ഷേ എല്ലാവർക്കും അനുഭവത്തിലുള്ളത് കൂടിയാണ്. പുതിയ തലമുറക്ക് കൈമാറേണ്ട ഒരുപാട് കാര്യമുണ്ട്. സ്കൂളുമായി, വിദ്യാഭ്യാസ മേഖലയുമായി എല്ലാം ഒരുപാട് പറയാനുണ്ട്. പക്ഷേ ഈ സന്ദർഭത്തിൽ നമ്മുടെ മുഖ്യ പ്രഭാഷകൻ ഡോക്ടർ എസ് ഗോപകുമാർ ഇതിൻ്റെ ശാസ്ത്രീയതയെക്കുറിച്ച് കൂടി നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. തീർച്ചയായും ആയുർവേദത്തിന് ഒരുപാട് ശാസ്ത്രീയത ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷേ ഏറെ വിവാദങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ എത്രമാത്രമാണ് അതിൻ്റെ വിശ്വാസ്യത എന്ന് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോഴും അത് പല ഘട്ടത്തിലായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇന്ന് വീണ്ടും തിരിച്ച് ആയുർവേദത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചെല്ലാം പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. ഏറെ ആളുകൾ ആ രംഗത്തേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നു. തീർച്ചയായും നമുക്ക് അറിവ് നൽകേണ്ട ഏറ്റവും നല്ലൊരു പ്രഭാഷണം ഇവിടെ ലഭിക്കുമെന്നുള്ള നല്ല പ്രതീക്ഷയുണ്ട്. ഈ ഘട്ടത്തിൽ ബഹുമാന്യനായ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശതാഭിഷേകം നടത്തുന്ന, ഗുരുപൂർണിമ നടത്തുന്ന ഈ ഘട്ടത്തിൽ ഇത്തരമൊരു ആയുർവേദ സെമിനാർ സംഘടിപ്പിക്കാനും അതുവഴി നമ്മളെല്ലാം ഇതിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചും ഇതിൻ്റെ ജനകീയതയെക്കുറിച്ചുമെല്ലാം ലഭ്യമാകുന്ന ഈ മഹത്തായ ചടങ്ങ് തീർച്ചയായും ഇതിൻ്റെ ഭാഗമായി വെച്ചതിൽ നമുക്കിതിൽ സന്തോഷമുണ്ട്. അത് കേൾക്കാനും ഈ മയിലിൻ്റെ ജനകീയതയെക്കുറിച്ച് പുറംലോകത്തറിയാനും ഒരുപക്ഷെ ഇന്ത്യയിലാകെ അറിയപ്പെടുന്ന ഒന്നായി നമ്മുടെ ഈ ഇടൂഴി വൈദ്യവും അതിൻ്റെ ആയുർവേദവും എല്ലാം ഇന്ന് ഇന്ത്യയിലാകെ അറിയപ്പെടുന്നു എന്നതുള്ള അഭിമാനവും കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഈ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും നമ്മുടെ ഇതിൻ്റെ സംഘാടക സമിതിക്ക് വേണ്ടി പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു. ഇവിടെ പങ്കെടുക്കാനെത്തിയ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് അഭിവാദ്യം. താങ്ക് യു ശ്രീ KC ഹരികൃഷ്ണൻ. ആയുർവേദ സെമിനാർ മുഖ്യപ്രഭാഷണത്തിനായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഡോക്ടർ എസ് ഗോപകുമാർ അവർകളെ സാദരം ക്ഷണിക്കുകയാണ്.
എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും പഠിക്കുന്ന അല്ലെങ്കിൽ ആശ്രയിക്കുന്ന കേരളീയ ആയുർവേദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് അഷ്ടാംഗഹൃദയം. എനിക്ക് പലപ്പോഴും ഞാൻ രാവിലെ ഒരു 9 മണിക്ക് എത്തിയ ആളാണ്. ഈ വേദിയിൽ ഏറ്റവും ആരാധനായ ഭവദാസൻ നമ്പൂതിരി സാറിനെ ഓരോരുത്തർ ആദരിക്കുന്നതെല്ലാം കണ്ടപ്പോൾ അതിന് കാരണമായി അവരോരോരുത്തരും പങ്കുവച്ച വാക്കുകളും വികാരങ്ങളും മനസ്സിലാക്കിയപ്പോൾ എനിക്ക് അഷ്ടാംഗഹൃദയത്തിലെ 2 വരികൾ ഓർമ്മ വന്നു. ആർദ്രസന്താനത ത്യാഗ കായവാക് ചേതസാം ദമഹ സ്വാർത്ഥബുദ്ധി പരാർത്ഥേഷു പര്യാപ്തം ഇതി സദ്വ്രതം. എന്താണ് ചുരുക്കത്തിൽ സദ്വ്രതം എന്നുള്ളതിൻ്റെ ഉത്തരമാണ് വാഗ്ഭടൻ പറയുന്നത്. സ്വാർത്ഥബുദ്ധി പരാർത്ഥേഷു പര്യാപ്തം ഇതി സദ്വ്രതം. മറ്റുള്ളവർക്ക് വേണ്ടി സ്വാർത്ഥനായിരുന്നു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു സദ്വ്രതം വേണ്ട എന്നാണ് വാഗ്ഭടൻ പറയുന്നത്. അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി സ്വാർത്ഥനായിരിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട അധ്യക്ഷ പ്രസംഗം നടത്തിയ സാർ സൂചിപ്പിച്ചതുപോലെ എല്ലാവർക്കും ഏതു സമയവും കടന്നു വരുവാൻ കഴിയുന്ന രീതിയിൽ സ്ഥാപനത്തിൻ്റെ വാതിലുകളല്ല, ഹൃദയത്തിൻ്റെ വാതിൽ, ആത്മാവിൻ്റെ വാതിൽ തുറന്നു വച്ചിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി എത്രയോ മുമ്പ് വാഗ്ഭടൻ എഴുതിയതാണ് ഈ വരികൾ എന്ന് വളരെ വിനയപുരസ്സരം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ എൻ്റെ വിനയപ്രണാമം ആദ്യം അർപ്പിക്കുകയാണ്. കാരണം ഒരു പ്രദേശത്തിൻ്റെ, ഒരു സ്ഥാപനത്തിൻ്റെ, ഒരു വ്യക്തിയുടെ ജന്മദിനം എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഒരു പ്രദേശത്തെ സമസ്തമാന ജനങ്ങളും സംവദിക്കുന്ന വൈവിധ്യമാർന്ന വിഷയങ്ങളിൽ ചർച്ച നടത്തുന്ന ഒരു പരിപാടിയായി ഇത് മാറണമെങ്കിൽ അത് കേവലം ഒരു സംഘാടനം കൊണ്ട് സംഘടിപ്പിക്കാൻ കഴിയുന്നതല്ല, അതതിൻ്റെ ആത്മാവിൽ നിന്നും ഉണ്ടാകേണ്ടതാണ്. അവിടെയാണ് ആയുർവേദം ജനകീയമായി മാറുന്നത്. ഒരുപക്ഷെ വൈദ്യൻ എന്ന വാക്കിൻ്റെ നിർവചനം പോലും ഒരു കടലാസ കഷണത്തിൽ മരുന്നുകൾ എഴുതിയിട്ട് കുറച്ച് ആഹാരങ്ങൾ പഥ്യങ്ങളായി പറയുന്ന ഒരു രോഗനിവാരകൻ എന്നുള്ള അപ്പുറത്തിലേക്ക് സമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങളെ കൂടി ചികിത്സിക്കുന്ന അർത്ഥത്തിലാണ് ആയുർവേദം വൈദ്യനെ കാണുന്നത്. അല്ലെ, സമൂഹത്തെ ബാധിക്കുന്ന രോഗങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഡെങ്കിപ്പനി അല്ലെങ്കിൽ പല്ലിപ്പനി, പാറ്റാപ്പനി അങ്ങനെയുള്ളതല്ല. ഒരുപക്ഷെ സമൂഹത്തെ ബാധിക്കുന്ന രാഗാദി രോഗങ്ങൾ, സമൂഹത്തെ ബാധിക്കുന്ന ക്രോധ ലോഭമോഹങ്ങൾ, അസഹിഷ്ണുത, അസൂയ, മത്സരം, ഇങ്ങനെ വളരെ വ്യത്യസ്തമായ രീതിയിൽ മനുഷ്യനെ മാറ്റി നിർത്തുവാൻ ശ്രമിക്കുന്ന, മനുഷ്യർക്കിടയിൽ ക്രോധവും മത്സരവും അനാവശ്യമായ സങ്കുചിത താല്പര്യങ്ങളും സൃഷ്ടിക്കുന്ന അവസ്ഥകളെ കൂടി ചികിത്സിക്കുന്ന ആളായിരിക്കണം വൈദ്യൻ എന്ന അർത്ഥത്തിൽ തന്നെയാണ് എല്ലാ ബൃഹത്രയികളിലും ആയുർവേദ വൈദ്യന്മാരെ തുറന്നു കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, കലണ്ടറുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ, WHO ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ, ആയുഷ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ, NCISM ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ, മെഡിക്കൽ കൗൺസിൽ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആയുർവേദത്തിന് കൃത്യമായ ജനകീയ അടിത്തറ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആയുർവേദം പറയുന്നത് ആത്മവ സതതം പശ്യേതവി കീടപിപീലികം. അല്ലേ, വെറുതെ പറയുന്നതല്ല, ഇതൊന്നും ഞാൻ എൻ്റെ മൈക്ക് കിട്ടിയത് കൊണ്ട് പറയുന്നതല്ല. തന്നെ പോലെ ഓരോ ജന്തുജാലങ്ങളെയും കാണണം. ആത്മവ സതതം പശ്യേതവി കീടപിപീലികം എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റും ജീവിക്കുന്ന ഒരു ചെറു പ്രാണിക്കും, കന്നുകാലിക്കും, പക്ഷിക്കും, സസ്യത്തിനും എല്ലാവർക്കും ജീവിക്കുവാനുള്ള അവകാശമുണ്ട് എന്നുകൂടി പറയുന്ന ശാസ്ത്രമാണ് ആയുർവേദം. നമ്മൾ എല്ലായ്പ്പോഴും ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഓൺ ഹെൽത്ത് അല്ലെങ്കിൽ ഏകാരോഗ്യം. അല്ലെ, ഏകാരോഗ്യം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? എനിക്ക് മാത്രമായി ഒരു വാക്സിനേഷൻ കൊണ്ട് ജീവിക്കുവാൻ സാധ്യമല്ല, എനിക്ക് മാത്രമായി ഒരു 5 സ്റ്റാർ ഹോസ്പിറ്റൽ കൊണ്ട് ജീവിക്കുവാൻ കഴിയില്ല. ഞാനും എൻ്റെ കൂടെ വളർന്നു വരുന്ന ചെടികളും മത്സ്യങ്ങളും പുഷ്പങ്ങളും ജീവികളും മരങ്ങളും എല്ലാം കൂടി ചേരുമ്പോൾ മാത്രമാണ് എൻ്റെ ആരോഗ്യം. അത്രമാത്രം പ്രപഞ്ചത്തെ ഒരു ഏകാരോഗ്യ സങ്കല്പത്തിൽ കണ്ട ഒരു ശാസ്ത്രത്തിന് എങ്ങനെയാണ് ജനകീയമല്ലാതെ ജീവിക്കുവാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഇനി വർത്തമാനകാല ജനകീയതയിലേക്ക് വരുമ്പോൾ ഈ വിഷയത്തിന് 2 തലങ്ങളുണ്ട്. വളരെ ബുദ്ധിപൂർവമാണ് ഉണ്ണിയും സംഘാടകരും ഈ വിഷയം വച്ചിടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ജനകീയതയും ശാസ്ത്രീയതയും ഇത് ചേർന്നിരിക്കുന്ന വാക്കുകൾ എന്ന അർത്ഥത്തിലാണോ അത് പരസ്പരം പോരടിക്കുന്ന വാക്കുകൾ എന്ന അർത്ഥത്തിലാണോ എന്ന് എനിക്കറിയത്തില്ല. ഇന്നലെ നമ്മുടെ ദേശീയ ചലച്ചിത്ര അവാർഡുകളൊക്കെ പ്രഖ്യാപിച്ചല്ലോ. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് 2 വാക്കുകൾ, മികച്ച കലാമൂല്യമുള്ള ചിത്രത്തിനുള്ള അവാർഡും മികച്ച ജനപ്രീതി നേടിയ ചിത്രത്തിനുള്ള അവാർഡും പോലെയാണോ ആയുർവേദം എന്നുള്ളതാണ്. അല്ലേ, ജനകീയമായി കാണുന്ന ആയുർവേദം പരീക്ഷണശാലകളിൽ, ഗവേഷണ
ഗവേഷകർ കാണിക്കുന്ന തെളിവുകളോടെ പുറം ലോകത്തോട് വിളിച്ചു പറയുന്ന ആയുർവേദം അങ്ങനെയാണോ? ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടും പരസ്പരം ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന 2025-ലും കോവിഡാനന്തര കാലഘട്ടത്തിലും ആയുർവേദം നിലനിൽക്കുന്നത്. ഞാൻ എൻ്റെ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്, 1973-ലാണ് ഞാൻ ജനിച്ചത്, എനിക്കിപ്പോൾ 52 വയസ്സായി. 1973-ൽ നിലനിന്നിരുന്ന വസ്ത്രസങ്കല്പം ഇന്ന് അന്യമാണ് അല്ലേ? നമുക്കൊരിക്കലും അന്ന് പ്രേം നസീറോ ജയനോ ഇട്ട ഡ്രസ്സുകളൊന്നും സങ്കല്പിക്കാൻ കഴിയത്തില്ല. അന്നത്തെ സിനിമാ പാട്ടുകളുടെ രീതിയിൽ ഇന്നൊരു സിനിമാ പാട്ടില്ല. അന്ന് മൊബൈലില്ല, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ പോലും അന്നത്തെ കമ്പ്യൂട്ടറോ മൊബൈലോ ടെലിവിഷനോ ഒന്നും തന്നെ ഇന്ന് നിലവിലില്ല. പക്ഷേ അന്നത്തെ കൊട്ടം ചുക്കാതി തൈലവും വില്വാതി ഗുളികയും അതേപോലെ പെരുമോലും മാറാതെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ആയുർവേദം ജനകീയമായത് കൊണ്ടാണ് അല്ലേ? നമ്മൾ ആരുടെയും തഴുകലോ തലോടലോ ഏറ്റുകൊണ്ടല്ല മുറിവെണ്ണ ഇന്നും നിൽക്കേണ്ടത്. ഹൃദയത്തെ ബാധിക്കുന്ന മുറിവിനെയും സന്ധികളെ ബാധിക്കുന്ന മുറിവിനെയും ഉണക്കുന്ന രോഗണൌഷധങ്ങളെക്കാൾ സ്നേഹമുള്ള രസായന ഔഷധങ്ങളായി ആയുർവേദം നിലനിൽക്കുന്നുവെങ്കിൽ അത് ജനകീയമായതുകൊണ്ട് തന്നെയാണ്. ആയുർവേദം പറയുമ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കുകയാണ്, ഞാൻ വിഷയത്തിലേക്ക് പെട്ടെന്ന് വരാം, അധ്യക്ഷൻ വിഷമിക്കരുത്, 30 മിനിറ്റിൽ നിർത്തിയിരിക്കും, സമയം പാലിക്കുന്ന ഒരാളാണ് ഞാൻ. പലപ്പോഴും ആയുർവേദം പറയാറുണ്ട്, എന്താണ് ശാസ്ത്രീയത, എന്താണ് ആയുർവേദം അല്ലെ? കൃത്യമായും ആയുർവേദം പറയുന്നുണ്ട്, ശാസ്ത്രം അറിഞ്ഞു വേണം ചികിത്സിക്കുവാൻ. ഏതെങ്കിലും ഒരു മരുന്ന് എനിക്കറിയാം എന്നുള്ളത് കൊണ്ട് മരുന്നിനെ അറിയുന്നില്ല, മരുന്നിൻ്റെ പേര് എനിക്കറിയാം എന്നുള്ളത് കൊണ്ട് ഞാൻ വൈദ്യനായി മാറുന്നില്ല. അത് തന്നെയാണ് വാക്ക്. മരുന്നിൻ്റെ പേരറിയുന്നവനല്ല വൈദ്യൻ, മരുന്നറിയുന്നവനാണ്. മരുന്ന് എങ്ങനെ ഉണ്ടാകുന്നു, മരുന്നിൻ്റെ ഗുണഗണങ്ങൾ എന്താണ്, മരുന്നിൻ്റെ ഘടകങ്ങൾ എന്താണ്, മരുന്ന് എപ്പോൾ കൊടുക്കണം, ഏത് രോഗാവസ്ഥയിൽ കൊടുക്കണം, എത്ര അളവിൽ കൊടുക്കണം, എന്ത് ചേർത്ത് കൊടുക്കണം, എന്ത് കഴിച്ചുകൊണ്ട് കൊടുക്കണം, എന്ത് കഴിക്കാതെ ഇരിക്കുവാൻ പറയണം. ഇത്തരത്തിലുള്ള ശാസ്ത്രീയത ആയുർവേദത്തിനകത്തുള്ള ശാസ്ത്രീയതയാണ്. പക്ഷെ അതുമാത്രം പോരാ. ഇപ്പൊ ആയുർവേദ മരുന്നുകൾ മറ്റു പാർശ്വഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള ചർച്ച ബാഹ്യലോകത്ത് നടക്കുമ്പോൾ മറ്റൊരു ശാസ്ത്രത്തിന്റെ കൺകോണിൽ കൂടി, മറ്റൊരു ശാസ്ത്രത്തിന്റെ വീക്ഷണകോണിൽ കൂടി അതിനുത്തരം പറയുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അല്ലെ? ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ഹിമാലയ ശൃംഗത്തിൽ ആത്രേയൻ അഗ്നിവേശാദി ശിഷ്യന്മാർക്ക് പറഞ്ഞുകൊടുത്ത ആയുർവേദം പറഞ്ഞുകൊടുത്ത കാലഘട്ടമല്ല നിർമ്മിത ബുദ്ധിയുടെ 2025. ഒരുപക്ഷെ നാളെ യന്ത്രങ്ങൾ ആയുർവേദം പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ യന്ത്രങ്ങളോട് നമുക്കൊരിക്കലും ഈ താളിയോലകൾ പറഞ്ഞത് മാത്രം കൊണ്ട് യന്ത്രങ്ങളുടെ മാനസിക ശാസ്ത്ര അഭിനിവേശത്തെ നമുക്ക് സംതൃപ്തപ്പെടുത്താൻ കഴിയാതെ വരുമ്പോൾ മറ്റു ശാസ്ത്രങ്ങളുടെ ദൃഷ്ടിയിൽ കൂടിയും ആയുർവേദത്തിൻ്റെ ശാസ്ത്രീയത പറഞ്ഞു കൊടുക്കണം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ആയുർവേദ വൈദ്യൻ്റെ പ്രാഥമികമായ 2 കർത്തവ്യങ്ങളെ കുറിച്ചാണ്. എനിക്ക് ശേഷം വരുന്ന പ്രഭാഷകർ അതിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുമെന്ന് കരുതുകയാണ്. ഒന്ന്, ആയുർവേദം എന്ന് പറയുന്ന ശാസ്ത്രത്തിനകത്ത് നിന്നുള്ളൊരു ശാസ്ത്രീയത അല്ലെ? ഉദാഹരണത്തിന് ആയുർവേദം ഒരുപാട് ശാസ്ത്രീയ സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, അത് പൂർണ്ണമായും ഉൾക്കൊള്ളുവാനുള്ള ഒരു ശാസ്ത്രാഭിനിവേശം. 2, നമ്മൾ പാശ്ചാത്യം എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ കണ്ടംപററി എന്ന് വിളിക്കുന്ന ഫിസിക്സും കെമിസ്ട്രിയും ന്യൂക്ലിയർ മെഡിസിനും ബയോളജിയും ജെനറ്റിക്സും അടക്കമുള്ള ആധുനിക ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ ആയുർവേദത്തെ പറഞ്ഞു കൊടുക്കുവാനുള്ള ഒരു ശാസ്ത്രബോധം. ഇത് രണ്ടും കൂടി ചേർത്ത് വേണം നമ്മൾ ശാസ്ത്രമെന്ന വാക്കിനെ ഈ സഭയിൽ വായിക്കുവാൻ എന്നാണ് ഞാൻ വിനയപുരസ്സരം മനസ്സിലാക്കുന്നത്. ഇതിൽ ആദ്യത്തിലേക്ക് കടന്നു വരാം. ഒരുപക്ഷെ നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കുവാൻ വരുമ്പോൾ, ഞാൻ 52 വയസ്സുള്ള ഒരാളാണ്, 2 ബിരുദാനന്തര ബിരുദവും PhD ഒക്കെ എടുത്തെങ്കിലും ഇന്നും 1ാം വർഷ BAMS കുട്ടിയാണ് എന്ന് ധരിക്കുന്ന ആളാണ് ഞാൻ. കാരണം എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്ന് പറയുമ്പോൾ എനിക്ക് പറയാൻ കഴിയുന്ന ഉത്തരം ഞാൻ ഫസ്റ്റ് BAMSൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ വിദ്യാർത്ഥികൾക്കുള്ള ഒരു ബുദ്ധിമുട്ട്, ഒരു രോഗത്തിന് ഇന്ന മരുന്ന്, ഫാറ്റി ലിവർ എന്ന് വച്ചാൽ അതിന് ഏത് മരുന്ന് കൊടുക്കാം. അപ്പം ഞാൻ എൻ്റെ മക്കളോട് പറയാറുണ്ട്, ഇതിൽ ആയുർവേദക്കാർ എത്ര ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, അഥാത ഫാറ്റി ലിവർ നാമ അധ്യായം വ്യാഖ്യാസ്യാമഹ ഇതികസ്മാഹുരാത്രയാതയോ മഹർഷയ എന്നൊരു അധ്യായം ചരകനോ വാഗ്ഭടനോ സുശ്രുതനോ എഴുതി വച്ചിട്ടില്ല. പക്ഷേ ഫാറ്റി ലിവർ എന്താണ്, കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിൻ്റെ വർത്തമാനകാല കാരണങ്ങൾ എന്താണ്, അത് കരളിലെ ഓരോ ജൈവ കോശങ്ങളിലും ഉണ്ടാക്കുന്ന പരിണാമങ്ങൾ എന്താണ്, അത് തിരിച്ചറിയുവാൻ ആധുനിക ലിവർ ഫംഗ്ഷൻ ടെസ്റ്റോ സ്കാനിങ്ങോ അതിനപ്പുറത്തുള്ള ബയോപ്സിയോ കൊണ്ട് എങ്ങനെ കഴിയും, ഇതെല്ലാം മനസ്സിലാക്കി കഴിയുമ്പോൾ കരൾ രോഗം കടന്നു വരുന്നൊരു വഴിയുണ്ട്, ഫാറ്റി ലിവർ കടന്നു വരുന്നൊരു വഴിയുണ്ട്. ആ വഴിയിൽ എവിടെയാണ് ആയുർവേദത്തിൻ്റെ പഞ്ചകർമ്മം, ആയുർവേദത്തിൻ്റെ രസായനം, ആയുർവേദത്തിൻ്റെ ഔഷധ കൽപ്പനകൾ എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മളൊന്നുകൂടി ശാസ്ത്രബോധമുള്ള
ആയുർവേദ വൈദ്യന്മാരായി മാറുന്നത്. അതുകൊണ്ട് ഉഭയശാസ്ത്രത്തിലുമുള്ള ഒരു പ്രാഥമികമായ ജ്ഞാനം നിശ്ചയമായും വൈദ്യന്മാർക്ക് ഉണ്ടാകണം എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഇനി രണ്ടാമത്തെ സംഗതി, ഈ ആയുർവേദത്തിനകത്തുള്ള ശാസ്ത്രമുണ്ട്. എന്താണ് ആയുർവേദത്തിനകത്തുള്ള ശാസ്ത്രം? എല്ലാ രോഗത്തിനും മരുന്നെഴുതി കൊടുക്കുന്ന ഒരു മരുന്നുൽപാദന കേന്ദ്രമല്ല ഒരു ആയുർവേദ ആശുപത്രികളും. അല്ലെ, ഒരു രോഗി വരുമ്പോൾ എനിക്കുണ്ടാകുന്ന പ്രമേഹം, ആഹാരത്തിന് ശേഷം എൻ്റെ ശരീരത്തിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് 250 ആകാം. എൻ്റെ അടുത്ത് നിൽക്കുന്ന ആളുടെ പഞ്ചസാരയുടെ അളവും 250 മില്ലിഗ്രാം ആകാം. പക്ഷെ ഞങ്ങൾ 2 വ്യക്തികളാണ്. ഈ 2 വ്യക്തികൾക്കുള്ള ചികിത്സയും വിഭിന്നമാണ്. കാരണം ആയുർവേദം രോഗത്തെക്കാൾ ഉപരി രോഗിയെ ചികിത്സിക്കുന്ന ശാസ്ത്രമാണ്. ആയുർവേദം ഹൈലി ഇൻഡിവിജ്വലിസ്റ്റിക് സയൻസ് ആണ്. എല്ലാ ആൾക്കാർക്കും ഒരു മരുന്നെന്ന ആശയം അതേപടി പ്രയോഗിക്കുവാൻ കഴിയുന്നതല്ല ആയുർവേദത്തിൻ്റെ മെത്തഡോളജി. ആയുർവേദം പൂർണ്ണമായും രോഗിയെ ചികിത്സിക്കുന്നു. കൃത്യമായ വാഗ്ഭടൻ പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ പഠനത്തിന് വിഷയമാക്കേണ്ടതാണ്. ദൂഷ്യം ദേശം ബലം കാലം അനലം പ്രകൃതിം വയ സത്വം സാത്മ്യം തദാഹാരം അവസ്ഥാശ്ച പൃഥഗ്വിധ സൂക്ഷ്മ സമീശേഷ ദോഷ ഔഷധ നിരൂപണേ യോ വർത്തത്തെ ചികിത്സായാം നസസ്കലതി ജാബുജിത്. വളരെ ലളിതമാണ് അർത്ഥം. ചാടിക്കേറി ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞ് മരുന്ന് എഴുതലല്ല ആയുർവേദം. ഒരു വ്യക്തിയുടെ ആഹാരശീലം, അയാളുടെ വികാരങ്ങൾ, അയാളുടെ മാനസിക ഘടന, ജനിതക ഘടന, കുടുംബ പശ്ചാത്തലം, ജോലി, മാനസിക സംഘർഷം, വിശപ്പിൻ്റെ തോത്, ശോധനയുടെ തോത്, ഇവയെല്ലാം മനസ്സിലാക്കിയിട്ടായിരിക്കണം ഒരു വൈദ്യൻ കമ്പ്യൂട്ടറിനെ പോലെ ചിന്തിച്ചുകൊണ്ട് മരുന്ന് എഴുതുന്നത്. ഇത്രയും കാര്യങ്ങൾ ആയുർവേദത്തിനകത്തുള്ള ശാസ്ത്രീയതയാണ്. അപ്പൊ ഞാൻ ഈ വിഷയത്തെ കാണുന്നത് ആയുർവേദത്തിന്റെ ശാസ്ത്രീയത എന്ന് പറയുമ്പോൾ, ആയുർവേദം എന്ന് പറയുന്ന ദർശനങ്ങളിൽ അധിഷ്ഠിതമായ, ഫിലോസഫിയിൽ അധിഷ്ഠിതമായ ഒരു ശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്ന ശാസ്ത്രീയത, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, അതിൽ നിശ്ചയമായും നമ്മൾ ഉറച്ച കഴിവുള്ളവരായി മാറണം. രണ്ടാമത്തേതാണ് ആധുനിക ശാസ്ത്രം ആവശ്യപ്പെടുന്ന തെളിവുകൾ. മോളിക്കുലർ ബയോളജിയുടെ കാലഘട്ടത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ആൾക്ക് പ്രമേഹം ഉണ്ടാകുന്നു. എന്താണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്? നമ്മുടെ ശരീരത്തിൽ പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്രന്ഥിയുടെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്ന ഭാഗത്തെ ബീറ്റാ സെൽസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംഗതിയുടെ പേരാണ് ഇൻസുലിൻ. ഈ ഇൻസുലിൻ്റെ ജോലി ഗ്ലൂക്കോസ് എന്ന് പറയുന്ന നമ്മുടെ ഭക്ഷണത്തിലൂടെ കടന്നു വരുന്ന ഘടകത്തെ ഗ്ലൈക്കോജനാക്കി മാറ്റലാണ്. അപ്പോൾ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുവാൻ ഇൻസുലിന് കഴിയാതെ വരുമ്പോൾ, ഇൻസുലിൻ ഉണ്ടായിരിക്കെ ഇൻസുലിന് പ്രവർത്തിക്കുവാൻ കഴിയാതെ വരുമ്പോൾ, ശരീരത്തിലെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് പതുക്കെ കൂടുമ്പോഴാണ് നമ്മൾ പ്രമേഹത്തിലേക്ക് മാറുന്നത്. അങ്ങനെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ആധുനിക പാത്തോളജിക്കൽ ഫിനോമിനൻ, ആധുനിക പാത്തോളജിക്കൽ ഇവന്റിനെ, സംഗതിയെ ആയുർവേദ ശാസ്ത്ര രീതിയാ കൂടി പറയുവാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ് നമ്മൾ ഒരു വിഭാഗത്തെ കണ്ണടച്ചുകൊണ്ട് ഇഗ്നോർ ചെയ്യാതിരിക്കുന്നത്. ഇന്ന് പല ആൾക്കാരും പറയാറുണ്ട് ആയുർവേദക്കാർക്ക് ആധുനിക ശാസ്ത്രം മനസ്സിലാക്കുന്നില്ല. അങ്ങനെയൊന്നുമല്ല. നമുക്കറിയാം, നമ്മൾ എഴുതുന്ന ഒരു മരുന്ന് വൃക്കയിൽ എന്ത് പ്രവർത്തനം കാഴ്ചവെക്കുന്നു, അത് കരളിൽ എന്ത് പ്രവർത്തനം കാഴ്ചവെക്കുന്നു, അത് തലച്ചോറിൽ എന്ത് പ്രവർത്തനം കാഴ്ചവെക്കുന്നു എന്ന് ആയുർവേദം മുന്നോട്ട് വയ്ക്കുന്ന സിദ്ധാന്തങ്ങളിലൂടെ, ആയുർവേദത്തിൻ്റെ പ്രയോഗ രീതികളിലൂടെ, ആധുനിക വൈദ്യശാസ്ത്ര ഇൻവെസ്റ്റിഗേഷൻസിലൂടെ നമ്മൾ കാണാറുണ്ട്. നിങ്ങൾ പനിക്ക് മരുന്ന് കൊടുക്കുന്നു. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഏതെങ്കിലും ഒരു മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് വേറൊരു രോഗമുണ്ടാക്കാറുണ്ട്. ഞാൻ ഒരു വൈദ്യശാസ്ത്രത്തെയും കുറ്റപ്പെടുത്താനോ ഒരു വൈദ്യശാസ്ത്രയും തലോടാനോ ആഗ്രഹിക്കുന്ന ആളല്ല. മാനവരാശിയുടെ നിലനിൽപ്പ് തന്നെ വൈദ്യശാസ്ത്രങ്ങളുടെ സമന്വയമായ ഏറ്റവും സൗഹാർദ്ദപരമായ രീതിയിൽ ഉണ്ടായതാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, ഒരു മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അത് ശരീരത്തിലെ ഓരോ ജൈവ കലകളിലും എന്ത് പ്രതിപ്രവർത്തനം ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കുവാനുള്ള സങ്കേതങ്ങൾ ധാരാളമുണ്ട്. എത്രയോ നൂറ്റാണ്ടുകളായി നമ്മൾ ഇന്ദുകാന്തഘൃതവും ത്രിഫലാചൂർണവും അഭയാരിഷ്ടവും ദശമൂലാരിഷ്ടവും നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിട്ടും മാനവരാശി ഇത്രയും ഊർജത്തോടു കൂടി ഈ ശാസ്ത്രത്തെ ഉപയോഗിക്കുമെങ്കിൽ അവിടെ ശാസ്ത്രീയതയും ജനകീയതയും ഒന്നിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെ, നോക്കൂ, നമ്മുടെ കേരളത്തിലെ മലയാളികളെ പോലെ ഒരുപക്ഷെ ആരോഗ്യ വിദ്യാഭ്യാസം, ആരോഗ്യ സാക്ഷരത ധാരാളമുള്ള ഒരു സംസ്ഥാനത്ത് എന്തുകൊണ്ടാണ് ഇത് രണ്ടും മനസ്സിലാക്കിയിട്ട് ആളുകൾ വരുന്നത്? ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഈ COVID-19 വരുന്ന 2019-20 കാലഘട്ടത്തിന് മുമ്പ് മലയാളി ധാരാളമായി ഇതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. ഒരുപക്ഷെ നമുക്കറിയാൻ പറ്റും, നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മഴ നനഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ മഴ വന്നു കഴിഞ്ഞാൽ പനി പിടിക്കും, അന്തരീക്ഷത്തിൽ ബാക്ടീരിയയും വൈറസും എല്ലാം ധാരാളമായി ഉണ്ടാകും, നമ്മുടെ രോഗപ്രതിരോധ ശക്തി നന്നായി കുറയും. ഇതെല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ ചിന്തിച്ചിരുന്നില്ല തുമ്മിയാൽ മൂക്കിലൂടെ വരുന്ന ജലത്തുള്ളികളിൽ വഴി ഈ പറയുന്ന വൈറസ് കടന്നു പോകും. ആയുർവേദത്തിൽ വീണ്ടും വാഗ്ഭടൻ പറയുന്നുണ്ട്, ന അസമൃദ്ധ മുഖ കുരിയാൽ ശ്രുതിഹാസ്യ വിജൃംഭണം. വളരെ ശ്രദ്ധേയമായ വരികളാണ്. എന്ത് ലളിതമാണ്.
ഞാൻ അധ്യക്ഷന് വേണ്ടി പറയാം, ആയുർവേദം വർഷങ്ങൾക്ക് മുമ്പ്, കോവിഡിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞത്, നീ വായും മൂക്കും അടച്ചു പിടിക്കാതെ തുമ്മരുത്, ചിരിക്കരുത്, സംസാരിക്കരുത്. ഞാൻ ഒന്നും കൂടെ ലളിതമായി മലയാളത്തിൽ പറയാം. സുബ്രഹ്മണ്യ സാറിനെ പോലെ മുമ്പിൽ ശ്ലോകം ഒന്നും പറയാൻ പാടില്ല, എങ്കിലും ബാക്കിയുള്ളവർക്ക് വേണ്ടി അത് വ്യാഖ്യാനിക്കുകയാണ്. ന അസംവൃത മുഖഹ, മറച്ചു വയ്ക്കാത്ത മുഖത്തോടു കൂടി, ന ശുദ്ധ വിജൃംഭണം, അല്ലെ ഹാസ്യം, ചിരിക്കരുത്, തുമ്മരുത്, കോട്ടുവായിടരുത് എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു താളിയോലയിൽ എഴുതിയപ്പോൾ ഒരു ലാബിലും കോവിഡിനെ കണ്ടെത്തുന്ന ഒരു പരീക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല. അത്രമാത്രം ജനകീയവും ശാസ്ത്രീയവും ചേർന്നതായിരുന്നു ആയുർവേദം. ഞാൻ പറയാൻ കാര്യം, ഈ രണ്ട് വാക്കുകൾ, ജനകീയം അല്ലെങ്കിൽ ശാസ്ത്രീയം എന്ന് പറയുന്നത്, ശാസ്ത്രീയമായതാണ് ജനകീയമാകുന്നത്, അങ്ങനെയല്ലേ? നിങ്ങളൊന്നുകൂടെ ഞാൻ സ്വയം ചോദിക്കുകയാണ്, ശാസ്ത്രീയമല്ലാത്തത് ജനകീയമാകുന്നത് എങ്ങനെയാണ്? കേരളം പോലെ മികച്ച ആരോഗ്യ സാക്ഷരതയുള്ളൊരു ഒരു കാലഘട്ടത്തിൽ ഇനി അവിടെ ഏതെങ്കിലും കള്ളനാണയങ്ങൾ ഉണ്ടെങ്കിൽ അതും ചിന്തിക്കണം. ഞാൻ എല്ലാ ഡിഗ്രിയിലും കാര്യങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എവിടെയെങ്കിലും കള്ളനാണയങ്ങൾ ഉണ്ടെങ്കിൽ ആയുർവേദം എന്ന് പറയുന്ന ശാസ്ത്രത്തിനെ എടുത്തുപയോഗിച്ചുകൊണ്ട് ഒരു പക്ഷേ ആയുർവേദത്തിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ നിന്നും വ്യതിചലിച്ചു കൊണ്ട് പോവുകയാണെങ്കിൽ അവയെ തുറന്നു കാണിക്കുന്ന ബാധ്യതയും ആധുനിക സമൂഹത്തിനുണ്ട് എന്നുകൂടി ഈ വേദിയിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. 84 വയസ്സ് ആഘോഷിക്കുന്ന ഒരു വൈദ്യനെ എന്തുകൊണ്ട് ജനം ഇത്രമാത്രം സ്നേഹിക്കുന്നു? 84 വയസ്സ് പൂർത്തിയാക്കിയ ഒരു വൈദ്യനെ ജനം സ്നേഹിക്കണമെങ്കിൽ തലമുറകളിലൂടെ കടന്നു വന്ന ആൾക്കാരാണ്, അല്ലേ? 80കളിലും 90കളിലും 2000-ലും 2010-ലും 20-ലും 25-ലുമുള്ള വ്യത്യസ്ത പ്രായക്കാർ ഈ മനുഷ്യനെ ഇത്രയധികം സ്നേഹിക്കണമെങ്കിൽ അദ്ദേഹം കൊടുത്ത ശാസ്ത്രത്തിന് ജനകീയതയുണ്ടായിരുന്നു. ആ ജനകീയതയ്ക്ക് പിന്നിൽ ശാസ്ത്രീയത ഉണ്ടായിരുന്നു എന്ന് നിസ്സംശയം പറയാൻ കഴിയും. ഒരു പക്ഷേ ഈ സെമിനാർ നടത്തിയത് തന്നെ അദ്ദേഹത്തെ ഉദാഹരണവൽക്കരിക്കാൻ വേണ്ടിയാണോ എന്ന് കൂടി ഞാൻ വളരെ വിനയപുരസ്സരം പറയുകയാണ്. ആത്മാർത്ഥമായി എൻ്റെ ഹൃദയത്തിൽ നിന്നും എന്നെക്കൊണ്ട് എൻ്റെ ആചാര്യൻ പറയിപ്പിക്കുകയാണ്. അപ്പോൾ അതാണ് ജനകീയതയും ശാസ്ത്രീയവും തമ്മിലുള്ള പരസ്പര സംബന്ധം. ഇനി ഇതിൻ്റെ മറ്റൊരു തലം കൂടിയുണ്ട്. നമുക്കറിയാൻ പറ്റും, ഒരു ആധുനിക വൈദ്യശാസ്ത്രം ദിനം പ്രതി വളരുകയാണ്. ഓരോ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ താളിയോലയിൽ മാത്രം ഉറച്ചു നിൽക്കുന്നു എന്നുള്ള വിമർശനത്തിനെതിരെ നമ്മൾ കണ്ണടച്ചുകൂടാ. പുതിയ ഗവേഷണങ്ങൾ ആയുർവേദത്തിൽ ഉണ്ടാകണം. വില്വാദി ഗുളിക എന്ന് പറയുന്ന മരുന്നുകൊണ്ട്, സുദർശന ചൂർണം എന്ന മരുന്നുകൊണ്ട്, ഇന്ദുകാന്തകൃതം എന്ന മരുന്നുകൊണ്ട്, മഹാതിക്തകം എന്ന മരുന്നുകൊണ്ടൊക്കെയാണ് നമ്മൾ കോവിഡിനെ ചികിത്സിച്ചത്. ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറയാം. തിരുവനന്തപുരം ഗവൺമെൻറ് ആയുർവേദ കോളേജിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്താണ്, 2019-20ലാണ് അവിടെ കോവിഡ് വരുന്നത്. ഓരോ കോവിഡ് രോഗിയിലും കാണുന്ന ലക്ഷണങ്ങൾ വിഭിന്നമായതിനാൽ വ്യത്യസ്ത കഷായങ്ങൾ കൊണ്ടാണ് നമ്മൾ കോവിഡിനെ ചികിത്സിച്ചത്, അല്ലെ? എല്ലാ കോവിഡ് ബാധിക്കുന്ന രോഗിക്കും ഒരു പനിക്കുള്ള മരുന്നല്ല. വ്യത്യസ്ത കോവിഡ് ബാധ ലക്ഷണങ്ങളുള്ള ആൾക്കാർക്ക് വ്യത്യസ്ത മരുന്ന് കൊടുക്കുവാൻ മാത്രം വൈദ്യന് സ്വാതന്ത്ര്യം നൽകുന്ന ഒരു വലിയ ആകാശമാണ്, ഒരു ചിന്തയുടെ വലിയ ആകാശമാണ് ആയുർവേദത്തിൻ്റെ വൈവിധ്യം. അവിടെ എവിടെയാണ് സങ്കുചിതത്വം? ഒരു മുമ്പിലിരിക്കുന്ന ഓരോ രോഗിയുടെയും ഓരോ ഹോർമോണിൻ്റെയും എല്ലാം അളവുകൾ മനസ്സിലാക്കി, ഇപ്പോൾ തൈറോയ്ഡ് ആണെങ്കിൽ ഹൈപ്പോതൈറോയിഡിസം ബാധിക്കുന്ന രോഗിയിൽ T3-യുടെയും T4-ൻ്റെയും അളവ് കുറയുന്നു. അതിൻ്റെ ഭാഗമായി രോഗിക്ക് ധാരാളമായ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നു. അയാൾക്ക് വണ്ണം വയ്ക്കുന്നു, അയാൾക്ക് തണുപ്പ് സഹിക്കുവാൻ കഴിയുന്നില്ല, അയാൾക്ക് വിശപ്പ് ഇല്ലാണ്ടാകുന്നു. അങ്ങനെ ധാരാളം ലക്ഷണങ്ങൾ. അയാളുടെ കൈകാലുകളിൽ നീര് വരുന്നു. ഇതെല്ലാം വരുമ്പോൾ അയാളുടെ ഹോർമോണിൻ്റെ അളവ് ലാബിൽ ടെസ്റ്റ് ചെയ്ത് ആ ടെസ്റ്റ് റിപ്പോർട്ടിനെ രോഗിയുടെ ലക്ഷണങ്ങളുമായി താരതമ്യപ്പെടുത്തിയിട്ടാണ് ചിന്തായുക്തനായ, യുക്തിയുക്തനായ ഒരു വൈദ്യൻ മരുന്നുകൾ എഴുതി വരുന്നത്, അല്ലെ? മരുന്നുകൾ ചുമ്മാ എഴുതി വരുന്നതല്ല. ദിക്ഷണാശാലിയായ ഒരു വൈദ്യൻ, ധീയും ധൃതിയും സ്മൃതിയും, the power of intelligence, the power of remembrance, the power of execution, ഇതെല്ലാം ഒരേപോലെ വളരെ മനോഹരമായി എഡിറ്റ് ചെയ്ത് രോഗിയോട് സംവദിച്ച് കുറച്ച് കഴിയുമ്പോൾ ആ രോഗിക്ക് വേണ്ടി ചിന്തിക്കുന്ന രോഗിയുടെ ആത്മബന്ധുവായി വൈദ്യൻ മാറുകയാണ്. യന്ത്രമായി മാറുന്ന ഒരു മനുഷ്യനല്ല മരുന്നെഴുതുന്നത്. ഒരു അല്പം കഴിയുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, കുറച്ച് കഴിയുമ്പോൾ രോഗിയുടെ ഏറ്റവും വലിയ ബന്ധുവായി മാറുന്നത് ഈ മരുന്നെഴുതുന്ന വൈദ്യനാണ്. കാരണം അത്രമാത്രം രോഗിയെ തിരിച്ചറിയാറുണ്ട്. എനിക്കുണ്ടായ ഒരു ദുരനുഭവം ഞാൻ പങ്കുവയ്ക്കാം. ഞാൻ കണ്ണൂർ ഇവിടെ പരിയാരത്ത് ആയുർവേദ കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര പുകവലിയുള്ള ഒരു രോഗി എൻ്റെ അടുത്ത് വന്നിരുന്നു. വളരെ പുകവലിയുള്ള രോഗിയാണ്. വന്നാൽ തന്നെ ഭയങ്കരമായ പുകവലിയുടെ സ്മെല്ലുണ്ട്, ഗന്ധമുണ്ട്. വളരെ ധനാഢ്യനായ ഒരു മനുഷ്യനാണ്. വലിയ വില കൂടിയ കാറിലാണ് ഞാൻ നിൽക്കവേ OP-യിൽ വന്നിറങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ വൈഫുമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലക്ഷണങ്ങൾ മുട്ടുവേദനയാണ്. അയാൾ പുകവലിയെക്കുറിച്ചൊന്നും ബോധവാനല്ല, മുട്ടുവേദനയെക്കുറിച്ചാണ്. നല്ല വണ്ണമുള്ള ആളാണ്. അപ്പോൾ ഞാൻ ഈ മുട്ടിൻ്റെ എക്സ്റേ എല്ലാം നോക്കിയിട്ട് ഞാൻ സന്ദർഭവശാൽ പറഞ്ഞു, മുട്ടിന് നമുക്ക് ചികിത്സിക്കാം, പക്ഷെ നിങ്ങൾ പുകവലിക്കരുത് എന്ന്. ഞാൻ ഇങ്ങനെ വളരെ ഭംഗിയായി, ഞാൻ വളരെ സൗമ്യമായി സംസാരിക്കുന്ന ആളാണ് ആദ്യഘട്ടങ്ങളിൽ. രണ്ടാം ഘട്ടങ്ങളിൽ എനിക്കും രജോഗുണം കടന്നു വരാറുണ്ട്.
അപ്പോൾ ഉടനെ അയാളുടെ മുഖത്തെ ആ ഒരു അതൃപ്തി എനിക്ക് വായിച്ചെടുക്കാൻ കഴിയില്ലേ. കണ്ണുകൾ കൊണ്ട് ഉള്ളു വായിക്കുന്നവരാണ് വൈദ്യൻ അല്ലേ, കണ്ണുകൾ കൊണ്ട് ഉള്ളു വായിക്കുന്നവരാണ് ആയുർവേദ വൈദ്യൻ. അയാളുടെ അസംതൃപ്തി എനിക്ക് മനസ്സിലായി. എങ്കിലും ഞാൻ ഒന്നും കൂടി പറഞ്ഞു, നിങ്ങൾ പുകവലി നിർത്തണം എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുകയാണ്, സാറ് മുട്ട് ചികിത്സിച്ചാൽ മതി, വേറെ സാറ് ചികിത്സിക്കണ്ട. അപ്പോൾ നോക്കൂ, ഞാൻ വെറുതെ പറഞ്ഞല്ല, അപ്പം സാറ് മുട്ടിൻ്റെ കാര്യം നോക്കിക്കൊണ്ടാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അപ്പോൾ എൻ്റെ രജോ ഗുണം പുറത്ത് ചാടി. ഗുരുജനങ്ങൾ ക്ഷമിക്കണം, ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. കാരണം ഞാൻ ചികിത്സിക്കാൻ പോകുന്നത് ആരെയല്ല, മുട്ടിനെയല്ല, മുട്ടിൻ്റെ അകത്തുള്ള തേയ്മാനത്തെയല്ല, എൻ്റെ മുമ്പിലിരിക്കുന്ന ഇന്ന ജീവിതശൈലിയുള്ള, ഇന്ന അഡിക്ഷനുള്ള, ഇന്ന കുഴപ്പമുള്ള, ഇന്ന രീതിയിൽ ശരീരത്തെ വികൃതമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ എൻ്റെ ശാസ്ത്രം കൊണ്ട് ഞാൻ ശുദ്ധമാക്കാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ ശ്വാസകോശങ്ങൾ നീ തൊടണ്ട, എൻ്റെ മുട്ടുമാത്രം തൊട്ടാൽ മതി എന്ന് തൊട്ടുകൂടായിക പറയുന്നവനെ ചികിത്സിക്കുവാൻ ആയുർവേദത്തിന് വഴിയില്ല, ഇറങ്ങിപ്പോവാൻ വേണ്ടി പറഞ്ഞു. അടുത്തിരിക്കുന്ന ഹൗസർജന്മാരെല്ലാം ഓമ സാറ് പാമ്പായി, ഇനിയിപ്പോൾ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു. അയാളെ പോയി, അയാൾ എന്നെ കുറേ ചെറിയ തെറിയെല്ലാം പറഞ്ഞിട്ട് പോയി. സൂപ്രണ്ടിനാണ് പരാതി കൊടുക്കേണ്ടത്. കഷ്ടകാലത്തിൽ ഞാൻ തന്നെയായിരുന്നു സൂപ്രണ്ട്, അതുകൊണ്ട് പരാതിയൊന്നും വന്നില്ല. പക്ഷേ 2 മാസം കഴിഞ്ഞപ്പോൾ ഈ ആൾ എൻ്റെ അടുത്ത് വന്നു. ക്രോണിക് ബ്രോങ്കൈറ്റിസ് അല്ലേ, ക്രോണിക് ബ്രോങ്കൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഭയങ്കരമായ ചുമയും സാധനങ്ങളൊക്കെ ഉണ്ട്, കടുത്ത ചികിത്സയാണെന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം വന്നു, ഭാര്യ വന്നില്ല, ദുരഭിമാനം കൊണ്ടായിരിക്കാം. ഞാൻ മനോഹരമായി ചിന്തിച്ചു, ഇന്ന് എൻ്റെ ഏറ്റവും വലിയ ശിഷ്യനും സുഹൃത്തുമാണ് ആ വ്യക്തി. ഞാൻ അയാളുടെ നിന്ന് രാവിലെ പറഞ്ഞു, നിങ്ങളുടെ കഥ ഞാൻ ഇന്ന് മയ്യിൽ പറയുമെന്ന് കൂടി പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ആയുർവേദ ശാസ്ത്രം രോഗിയെ തൊട്ടറിഞ്ഞ് ചികിത്സിക്കുന്ന ശാസ്ത്രമാണ്, രോഗിയുടെ മനസ്സ് തൊട്ടറിഞ്ഞ് ചികിത്സിക്കുന്ന ശാസ്ത്രമാണ്. അതുകൊണ്ടാണ് പ്രിയമുള്ളവർ ഇത് ജനകീയമായി മാറുന്നത്. പക്ഷെ അങ്ങനെ തൊട്ടറിയുന്നതിന് പകരം നിങ്ങളൊരു യന്ത്രമായി മാറി അല്ലെ, ഏതെങ്കിലും ഒരു മുറി അറിവിനെ, അർദ്ധ അറിവിനെ എടുത്തുകൊണ്ട് നിങ്ങൾ വെറും ഒരു മരുന്നെഴുതി കൊടുക്കുന്ന, കേവലം ഒരു കൈ കൊണ്ട് മാത്രം മരുന്നെഴുതുന്ന ആളാണെങ്കിൽ അവിടെ ശാസ്ത്രീയതയും ജനകീയതയും ഒരുമിച്ച് ബലി കഴിക്കപ്പെടുന്നു. കൈകൊണ്ട് എഴുതുന്ന മരുന്നുകൾക്കപ്പുറത്തേക്കാൾ ഹൃദയം കൊണ്ടെഴുതുന്ന മരുന്നുകളാണ് ആയുർവേദത്തെ ജനകീയമാക്കുന്നത്. അങ്ങനെ ഹൃദയങ്ങൾ കൊണ്ട് ഒരുപാട് മരുന്ന് എഴുതിയത് കൊണ്ടാണ് ഇവിടെ ഒരു വ്യക്തിയുടെ 84ാം ജന്മദിനം നമ്മളിങ്ങനെ ആഘോഷിക്കുന്നത്. ഇനി ഗവേഷണങ്ങളെക്കുറിച്ച് കൂടി പറയാം. ഗവേഷണങ്ങൾ അല്ലെ, നിശ്ചയമായും ഗവേഷണങ്ങൾ വേണം. ആയുർവേദ ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്ന ഓരോ മരുന്നുകളും വെറുതെ പറഞ്ഞതല്ല. ഒരു മരുന്ന് പറഞ്ഞു കഴിയുമ്പോൾ പൊതുജനങ്ങൾക്ക് വേണ്ടി പറയുകയാണ്, അതിൻ്റെ അവസാനം പറയും, ഈ മരുന്നിന് ഇന്ന ഇന്ന ഗുണങ്ങളുണ്ട്, എന്നാൽ ഇന്ന ഇന്ന ആൾക്കാർക്ക് ഈ മരുന്ന് കൊടുക്കാൻ പാടില്ല എന്നുകൂടി പറയുന്നുണ്ട് അല്ലെ. ഒരു മരുന്ന് ഇത്ര ഗുണമുള്ളതാണ്, പക്ഷെ ഇന്നയാൾക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ള ഈ അറിവ് എങ്ങനെയാണ് വന്നത്? അത് ആയിരക്കണക്കിന് രോഗികളിൽ ഈ മരുന്ന് കൊടുത്ത് അതിൻ്റെ പ്രഭാവം നിരീക്ഷിച്ച് മനസ്സിലാക്കിയ ഗവേഷണ ബുദ്ധിയോടുകൂടി പോയ മുൻകാല ആചാര്യന്മാരുടെ റിസൾട്ട്, അതിൻ്റെ റിസർച്ചിൻ്റെ റിസൾട്ടാണ്. പക്ഷെ അവിടെ നമ്മൾ നിന്നിട്ട് കാര്യമില്ല. പുതിയ മരുന്നുകൾ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ജനറേഷൻ ഡ്രഗുകൾ, അവ ധാരാളമായി ഉണ്ടായി വരേണ്ടത് കൊണ്ട് അത്തരത്തിലുള്ള ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ്, ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ്, 2 തരത്തിൽ പ്രമേഹമുണ്ട്. ധാരാളമായി കാണുന്നത് ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ് ആണ്. ആ പ്രമേഹത്തിന് എങ്ങനെ മരുന്ന് കൊടുക്കാമെന്ന രീതിയിൽ ധാരാളം ഗവേഷണങ്ങൾ, അത് കേവലം ആയുർവേദം ഉന്നയിക്കുന്ന ത്രിദോഷ സിദ്ധാന്തത്തിൽ മാത്രം അധിഷ്ഠിതമായിട്ടല്ല. നിങ്ങൾ കൊടുക്കുന്ന മരുന്ന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളെ ഉദ്ദീപിപ്പിക്കുന്നുണ്ടോ? നിങ്ങൾ കൊടുക്കുന്ന മരുന്ന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവകോശങ്ങളെ ഉദ്ദീപിപ്പിക്കുന്നുണ്ടോ? നിങ്ങൾ കൊടുക്കുന്ന മരുന്ന് ഇൻസുലിൻ എന്ന് പറഞ്ഞ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ദ്രവ്യത്തെ പ്രവർത്തിക്കുവാൻ അനുവദിക്കുന്നുണ്ടോ? ഇതിനെല്ലാം വ്യക്തമായ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പിൻബലത്തോടെ ഗവേഷണങ്ങളുണ്ട്. അവ നടത്തുവാനുള്ള പരിപാടികൾ നടന്നു വരുന്നുണ്ട്. ചുരുക്കത്തിൽ ആയുർവേദത്തിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങളെ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ വീണ്ടും കാണാൻ ശ്രമിക്കുന്ന ഒരു ശാസ്ത്ര അന്വേഷണ സംസ്കാരം കൂടി നമ്മൾക്കുണ്ടാവണം. അതുകൊണ്ട് തന്നെയാണ് ആയുർവേദം പറഞ്ഞിരിക്കുന്നത്, ഒരു ശാസ്ത്രം മാത്രം പഠിച്ചുകൊണ്ട് പണ്ഡിതനെന്ന് ചമയേണ്ടവനല്ല ആയുർവേദ വൈദ്യൻ. അത്രമാത്രം വിശാലമാണ് ആയുർവേദത്തിൻ്റെ സമീപനം എന്നുകൂടി വളരെ വിനയപുരസ്സരം പറയുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇനിയും സംസാരിക്കുവാൻ ആൾക്കാരുണ്ട്. ആയുർവേദത്തിൻ്റെ ശാസ്ത്രീയതയ്ക്ക് വേണ്ടി 2 കാര്യങ്ങൾ. ഒന്ന്, ആയുർവേദം എന്ന ശാസ്ത്രത്തിനകത്തുള്ള ദർശനാധിഷ്ഠിതമായ അല്ലെങ്കിൽ പഞ്ചഭൂതാധിഷ്ഠിതമായ ത്രിദോഷാധിഷ്ഠിതമായ സിദ്ധാന്തങ്ങൾ നമ്മൾ വെള്ളം ചേർക്കാൻ പാടില്ല, കൃത്യമായും പഠിക്കണം. ഒരു മരുന്നെഴുതുവാൻ വേണ്ടി മാത്രം പഠിക്കലല്ല ആയുർവേദം. ആ മരുന്ന് വരുന്ന വഴി കൂടി മനസ്സിലാക്കി അതിനെ പഠിക്കുന്ന ഒരു ആത്മാന്വേഷണ ബുദ്ധിയുള്ള വൈദ്യനായി നമ്മൾ വാക്ക് കറക്റ്റാണ്, ഒരു ആത്മാന്വേഷണ ബുദ്ധിയുള്ള വൈദ്യനായി മാറുമ്പോൾ
ആയുർവേദത്തിനകത്തുള്ള ശാസ്ത്രീയതയെ നമ്മൾ പുഷ്ടിപ്പെടുത്തുന്നു. രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ പുതിയ രോഗങ്ങൾ നാളെ കടന്നു വരാം, പുതിയ പുതിയ വൈറസുകൾ ഉണ്ടാകാം. ഉണ്ടായ വൈറസിന് പുതിയ പുതിയ മ്യൂട്ടേഷൻസ് വന്നിട്ട് അത് വ്യത്യസ്ത രീതിയിൽ, ഇപ്പൊ നമുക്കറിയാം ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അല്ലെ, വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാക്കാണ് AMR. ഞാൻ മറ്റ് വൈദ്യശാസ്ത്രങ്ങളുടെ പരിപാടികളിൽ പങ്കെടുക്കുന്ന ഒരാളായതുകൊണ്ട് അതെല്ലാം ശ്രദ്ധിക്കാറുണ്ട്. AMR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. നിങ്ങൾക്കറിയത്തില്ല അതിൻ്റെ ബുദ്ധിമുട്ട്. നമ്മൾ ധാരാളമായി ആന്റിബയോട്ടിക്കുകൾ കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ആന്റിബയോട്ടിക് കഴിക്കുന്ന കോഴി അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങിച്ച് കഴിക്കുമ്പോൾ ഈ ആന്റിബയോട്ടിക്സിന്റെ അംശങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ എൻ്റെ ഉള്ളിൽ ആന്റിബയോട്ടിക്സിന്റെ അംശങ്ങൾ സൂക്ഷ്മ അളവിൽ ബിൽഡപ്പ് ചെയ്ത് വരുമ്പോൾ ഞാൻ ഇന്നലെ കഴിച്ചിരുന്ന ആന്റിബയോട്ടിക് എനിക്ക് മതിയാകാതെ വരുന്നു. ഇന്നലെ വരെ കഴിച്ചിരുന്ന ആന്റിബയോട്ടിക് കൊണ്ട് എൻ്റെ രോഗങ്ങൾ കീഴ്പ്പെടുത്താൻ കഴിയാതെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി AMR ഒരു വിഷയമാണ്. അപ്പോൾ അത്തരത്തിൽ കണ്ടുപിടിക്കപ്പെട്ട പല മരുന്നുകളും നമ്മുടെ വർത്തമാന ജീവിതശൈലി കൊണ്ട് സ്വയം നിഷ്ഫലമായി മാറുന്ന AMR പോലെയുള്ള കാലഘട്ടത്തിലാണ് നമ്മുടെ ആയുർവേദ മരുന്നുകൾ കൂടി മത്സരിക്കുന്നത് എന്ന് കൂടി നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഓരോ പുതിയ മരുന്നിനെയും, നിലനിൽക്കുന്ന മരുന്നുകളെ ശക്തിപ്പെടുത്തുക, പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കുക, പുതിയ മരുന്നുകളുടെ പാലറ്റബിലിറ്റിയെ വർദ്ധിപ്പിച്ചുകൊണ്ട് കൊടുക്കുക, പുതിയ നിലനിൽക്കുന്ന മരുന്നുകളുടെ ഡോസ് മാറ്റുവാൻ കഴിയുന്ന രീതിയിൽ മാറ്റുക. ഇപ്പൊ നമുക്കറിയാം നിലവിലെ പല ഔഷധ കൽപ്പനകളും പുതിയ പുതിയ രീതിയിൽ കാലഘട്ടത്തിന് യോജ്യമായ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നു. അത്തരം ഗവേഷണങ്ങൾ വേണം. പക്ഷേ ഈ ഒരു ഗവേഷണവും അവസാനം ആയുർവേദത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങളെ ദൂരത്തേക്ക് മാറ്റുന്ന, പാർശ്വവൽക്കരിക്കുന്ന രീതിയിൽ മാറുവാൻ പാടില്ല. അല്ലെങ്കിൽ പ്രിയമുള്ളവരെ, ഒരു ആശങ്ക കൂടി ഞാൻ ഈ വേദിയിൽ പങ്കുവയ്ക്കുകയാണ്. ആയുർവേദം ഒരു ഹെർബൽ മെഡിസിനായി മാറിയേക്കാം. അത് വളരെ പ്രധാനമാണ്. ഒരു പച്ചമരുന്നിനെ കണ്ടപ്പോൾ കുർക്കുമിൻ എന്ന് പറയുന്ന മഞ്ഞളിലെ രാസഘടകത്തെ മാത്രം എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ ആയുർവേദമില്ല, അതൊരു ഹെർബൽ മെഡിസിനായി മാറും. അവിടെ ത്രിദോഷ സിദ്ധാന്തം ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് അതിനെ കൂടി, ഒരുപക്ഷെ നാളെ യന്ത്രങ്ങൾ പ്രമേഹത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, റോബോട്ട് ഡയബറ്റിസിനെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആയുർവേദത്തിൽ പറയുന്ന ഏതെങ്കിലും മരുന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുവാൻ കഴിയുമെന്ന് നമ്മളെക്കാൾ കൃത്യതയോടുകൂടി ഒരു നിർമ്മിത ബുദ്ധി പറയുന്ന കാലഘട്ടത്തിൽ ആയുർവേദത്തിന്റെ തനത് ശാസ്ത്ര സിദ്ധാന്തങ്ങളെ കൂടി ശക്തിപ്പെടുത്തേണ്ട അക്കാഡമിയിലായാലും ഗവേഷണ മേഖലയിലായാലും മരുന്നുൽപാദന മേഖലയിലായാലും ആ ഉത്തരവാദിത്തം കൂടി നമുക്കുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുവാൻ കൂടി ആഗ്രഹിക്കുകയാണ്. ഇനി ജനകീയത എന്ന് പറയുന്നത് ജനങ്ങൾക്ക് മാത്രമുള്ളതല്ല. അവിടെ രണ്ട് കാര്യമുണ്ട്. ഇപ്പം നമ്മൾ എങ്ങനെയാണ് നമ്മൾ ജനകീയരായി മാറുന്നത്? അവിടെയും ആയുർവേദം ഒരു വലിയ മനോഹരമായ ഒരു വരി പറയുന്നുണ്ട് സാർ. ജനസ്യ ആശയമാലശ്യ യോ യഥാ പരിതുഷ്യതി തം തഥൈവ അനുവർത്തേത പരാരാധന പണ്ഡിത. ഇപ്പം ഞാനിപ്പം അത് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് എൻ്റെ സംഭാഷണം ഏകദേശം മതിയായി എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാനത് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ജനങ്ങളുടെ ആഗ്രഹം എന്തെന്ന് മനസ്സിലാക്കി അങ്ങനെ സംസാരിക്കുന്നവനാണ് ജനപ്രിയൻ എന്ന് പറയുന്നത്. അല്ലെ, അങ്ങനെയല്ലേ സിനിമകളൊക്കെ ഉണ്ടാകേണ്ടത്. അപ്പം നമുക്കും കുറച്ച് ഉത്തരവാദിത്തമുണ്ട്. എൻ്റെ മുമ്പിലിരിക്കുന്ന രോഗിക്ക് 15 ദിവസം നെയ്യ് കഴിക്കുവാൻ പ്രയാസമുണ്ടെങ്കിൽ അത് 7 ദിവസമാക്കി മാറ്റി ആ നെയ്യുടെ പ്രയോജനം കുറയ്ക്കാതെ കൊടുക്കുവാൻ കഴിയുന്ന ആധുനിക സാങ്കേതിക വിദ്യകൾ ഉണ്ടെങ്കിൽ അതിലേക്കും പോകാനുള്ള ബാധ്യത നമുക്കുണ്ട്. ഇനി ജനങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട്. ഇതിൽ ഒരുപാട് ആൾക്കാർ ആയുർവേദവുമായി പുറത്തുള്ള ആൾക്കാരായിരിക്കാം. നിങ്ങൾക്കും ഒരു ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആയുർവേദം പെരുമാറണമെങ്കിൽ, ആയുർവേദത്തിൻ്റെ ശാസ്ത്രം ലോകം നിങ്ങളോട് സംവദിക്കണമെങ്കിൽ നിങ്ങളും ആ രീതിയിൽ ഈ മേഖലയിൽ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെ ആയുർവേദ ലോകത്തിലെ പണ്ഡിതന്മാർ ചേർന്ന് മാത്രമല്ല ഇതിൻ്റെ ജനകീയത തീരുമാനിക്കേണ്ടത്. ഞങ്ങൾക്ക് ആവശ്യമുള്ള മരുന്നുകൾ ഇന്നതാണ്, അതിനുവേണ്ടി ജീവിതശൈലിയിൽ മാറ്റം വരുത്തുവാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് സ്വയം സംസ്കരിക്കുവാനുള്ള ഒരു പ്രതിജ്ഞ കൂടി നമ്മൾ എടുക്കുമ്പോഴാണ് ഈ ജനകീയതയുടെ വേരുകൾ ആഴ്ന്നിറങ്ങുന്നത്. ഡോക്ടറെ എൻ്റെ രോഗം മാറ്റിത്ത, മുട്ട് തൊട്ടാ മതി, എൻ്റെ നെഞ്ച് തൊടണ്ട എന്ന് പറയുന്ന രോഗിയല്ല ജനകീയതയുടെ അടിസ്ഥാനം. എനിക്ക് വേണ്ടി, എൻ്റെ അസുഖം മാറ്റുവാൻ വേണ്ടി, എൻ്റെ സംസ്കാരത്തിന് വേണ്ടി, എൻ്റെ സ്വാസ്ഥ്യത്തിന് വേണ്ടി, എൻ്റെ ജീവിതശൈലിയിൽ രാവിലെ നടക്കുവാനും പ്രാണവായുവിനെ ഉള്ളിലേക്ക് എടുക്കാനും നിയന്ത്രിക്കാനും വേണ്ടെങ്കിൽ ഒരു ലഡ്ഡു വേണ്ടെന്ന് വയ്ക്കുവാനുമുള്ള ഒരു സഹിഷ്ണുതയും കൂടി എനിക്ക് വേണം. ലഡ്ഡു പറഞ്ഞത് കൊണ്ട് അതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങളൊരു ലഡ്ഡു കഴിച്ചു കഴിഞ്ഞാൽ 5 കിലോമീറ്റർ ദൂരം നടക്കണമെന്നാണ്. കാരണം ലഡ്ഡു കഴിക്കുമ്പോൾ അത്രമാത്രം കൊഴുപ്പകത്ത് വരുന്നു എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഞാനതൊരു ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ എന്നോട് ഒരാൾ പറയുകയാണ്, സാറേ ചന്ദ്രനിലേക്ക് പോകാൻ മാത്രമുള്ള ലഡ്ഡു കഴിച്ചു പോയി, ഇനി എന്ത് ചെയ്യും?
അല്ലേ? ഏത് ആഘോഷത്തിലും ലഡ്ഡു ഒരു ഘടകമാണ് അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ഭക്ഷണം വരുമ്പോൾ മാ നിഷാദ, ഇന്നത്തേക്ക് ലഡ്ഡുവായി, നാളെ വേണ്ട എന്ന് പറഞ്ഞ് ഹിതമായതിനെ ഒഴിവാക്കുവാനുള്ള സന്നദ്ധത കൂടി ചേർക്കുമ്പോഴാണ് ജനകീയത ശാസ്ത്രത്തിൻ്റെ ഭാഗത്തു നിന്നും ജനത്തിൻ്റെ ഭാഗത്തു നിന്നും വരുന്നു. അങ്ങനെ ജനങ്ങളും മനുഷ്യനും ശാസ്ത്രവും സമ്മേളിക്കുമ്പോഴാണ് അത് ജനാധിപത്യപരമായ ശാസ്ത്രമായി മാറുന്നതെന്ന് കൂടി ഈ പ്രൗഢ സദസ്സിനെ വിനയപുരസ്സരം ഓർമ്മിപ്പിക്കുകയാണ്. ഒരു വരി കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഒരുപാട് പറയാനുണ്ട്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ മിതമായി പറയുക എന്ന് പറയുന്നത് അറിഞ്ഞുകൂടാത്തൊരു കാര്യമായതുകൊണ്ട് ക്ഷമിക്കുക. 1 മിനിറ്റേ ഉള്ളൂ, അതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ആരോഗ്യത്തിൻ്റെ ആദ്യാക്ഷരം എന്നുള്ള ഒരു സാധനമാണ് ഞാനൊരു വേദിയിൽ പറഞ്ഞതാണ്. കണ്ണൂർ ആയുർവേദ കോളേജിൻ്റെ ആശുപത്രിയിൽ എഴുതി വച്ചിട്ടുണ്ട്. ആയുർവേദത്തിൻ്റെ ആദ്യാക്ഷരം ആ എന്നുള്ളതാണ് ഈ 4 വരി സന്ദേശം. ഹിതം അഹിതമാകരുത് അല്ലേ? ഹിതം അഹിതമാകരുത്, മിതം അമിതമാകരുത് അല്ലേ? മിതം അമിതമാകരുത്, സമയം അസമയമാകരുത്, സമയം അസമയമാകരുത്, എങ്കിൽ സുഖം അസുഖമാവില്ല അല്ലേ? വളരെ ലളിതമായ സംഗതിയാണ് അല്ലേ? അതായത് ഹിതം അഹിതമാകരുത്, മിതം അമിതമാകരുത്, സമയം അസമയമാകരുത്, എങ്കിൽ സുഖം അസുഖമാവില്ല എന്നുള്ള ആരോഗ്യത്തിൻ്റെ ആദ്യക്ഷരമായ ആ മാത്രം പറയുന്നു. ആയുർവേദത്തിൻ്റെ ആദ്യക്ഷരത്തിൽ തുടങ്ങി ആയുർവേദം തന്നെ ഏറ്റവും വലിയ ഒരു ശാസ്ത്രത്തെക്കാൾ ഉപരിയായി വളർത്തിയ ബഹുമാനപ്പെട്ട ഭവദാസൻ നമ്പൂതിരിയുടെ പാദങ്ങളിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം തന്നതിൽ ഉള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് പായസമെല്ലാം കഴിച്ച് സന്തോഷമായി മുറിയിരുന്നപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൊച്ചു കൊച്ചു കവിത എഴുതുന്ന ശീലമുണ്ട്. ഒരു 4 വരി എഴുതി ഞാൻ ഉണ്ണിക്കും ഉമേഷിനും വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട്. അതുകൂടി ഞാൻ ചൊല്ലാം. മൊബൈൽ എടുത്തില്ല, എങ്കിലും ഓർത്തു പറയാൻ ശ്രമിക്കാം. ഭവദാസൻ നമ്പൂരി സാറിനെ കുറിച്ച് എഴുതിയ 4 വരി കവിതയെന്നൊന്നും വിശേഷിപ്പിക്കേണ്ട, അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഏതാണ്ട് ഇങ്ങനെയാണെന്ന് തോന്നുന്നു. എഴുതിയിട്ട് അരമണിക്കൂറായില്ല. ഊഴിയിൽ വാഴ്വിനെ പൊതിയുന്നൊരിരുളിനെ, ഊഴിയിൽ വാഴ്വിനെ പൊതിയുന്നൊരിരുളിനെ ഇടൂഴിതൻ അഗ്നി പ്രഭാവം, ഇടൂഴിതൻ അഗ്നി പ്രഭാവം, ഇടൂഴിതൻ അഗ്നിയാൽ നീക്കും പ്രഭാവമേ അല്ലേ? ഇത്രയേ ഉള്ളൂ. ഊഴിയിൽ വാഴ്വിനെ പൊതിയുന്നൊരിരുളിനെ ഇടൂഴിതൻ അഗ്നിയാൽ നീക്കും പ്രഭാവമേ, ഊനമില്ലാതങ് ഉലകിതിൽ വാഴുവാൻ, ഊനമില്ലാതങ്ങ് ഉലകിതിൽ വാഴുവാൻ, ഉള്ളിതിൽ നിന്നുമൻ പ്രാർത്ഥന പൂവുകൾ, ഉള്ളിതിൽ നിന്നുമൻ പ്രാർത്ഥന പൂവുകൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ആരോഗ്യമുണ്ടാകട്ടെ. ലേൺ ആയുർവേദ, ലവ് ആയുർവേദ, ലിവ് ആയുർവേദ. താങ്ക് യു, നന്ദി, നമസ്കാരം. താങ്ക് യു ഡോക്ടർ എസ് ഗോപകുമാർ. അതെ, ജനങ്ങളുടെ രോഗികളുടെ മനസ്സ് തൊട്ടറിഞ്ഞ് ചികിത്സ നൽകുന്ന ആയുർവേദം ഇത്രയും ലളിതമായി സരസമായി സംസാരിച്ചതിൽ ഡോക്ടർ എസ് ഗോപകുമാറിന് നന്ദി. ആദരങ്ങൾ അർപ്പിക്കുവാനായി ഡോക്ടർ ഐ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ ക്ഷണിക്കുന്നു. ആദരം ഏറ്റുവാങ്ങാനായി ഡോക്ടർ എസ് ഗോപകുമാർ, കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ, ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വൈദ്യപൂർണിമയുടെ സ്നേഹോപഹാരം വേദിയിൽ വെച്ച് ഡോക്ടർ ഐ ഭവദാസ് നമ്പൂതിരി അവർകൾ പ്രിയപ്പെട്ട ഡോക്ടർ എസ് ഗോപകുമാർ അവർക്ക് സമർപ്പിക്കുന്നു. 1000 സ്നേഹം സന്തോഷം രേഖപ്പെടുത്തട്ടെ. വൈദ്യ പൂർണിമയുടെ കൂടെ നിന്നതിന്, കൂട്ടായതിന് സന്തോഷം, നന്മ. ആയുർവേദ സെമിനാർ തുടരുകയാണ്. ആയുർവേദത്തിൻ്റെ ജനകീയതയും ശാസ്ത്രീയതയും ആര്യവൈദ്യശാല കോട്ടക്കൽ ട്രസ്റ്റ്